മീൻകറി ഇല്ലാതെ ചോറുണ്ട് എന്നത് മലയാളികളെ സംബന്ധിച്ച് ഹെവി ടാസ്ക് അല്ലേ. ഒരാഴ്ചയായിട്ട് മിട്ടുവിനെ പോലെ തന്നെ മീനില്ലാത്ത സങ്കടം എനിക്കുണ്ടായി. എങ്കിലും ഇന്ന് മീനില്ലാത്ത മീൻകറി ഉണ്ടാക്കാന്ന് കരുതി ചൂടായ എണ്ണയിലേക്ക് ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയോടൊപ്പം തന്നെ കുറച്ച് ചുവന്നുള്ളി, അരമുറി സവോളയും 3 പച്ചമുളകും കൂടി ചേർത്തങ്ങ് വഴറ്റിയെടുത്തു. ഇനി അതിലേക്ക് നമ്മുടെ കഥാനായകന്റെ വരവാണ്. തക്കാളി അരിയുമ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഇടാൻ വേണ്ടി ആരും മറക്കരുത്, അല്ലെങ്കിൽ തക്കാളി ഉള്ളിയുടെ കൂട്ടുപിടിച്ച് ചേർന്നങ്ങ് അലിഞ്ഞു പോകുന്നു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളുടെ നേരമാണ്. ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കും. മുളക് പൊടി ഇടുമ്പോൾ പച്ചമുളക് ആഡ് ചെയ്ത കാര്യം ആരും മറന്നു പോകല്ലേ. ഇതൊന്ന് റെഡി ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയാലോ. കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും കൂടി നന്നായിട്ടങ്ങ് അരച്ചെടുക്കും. ഉള്ളി ചേർത്ത് ഇതുപോലെ അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. സോ അത് സ്കിപ്പ് ചെയ്യല്ല. അരച്ചെടുക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രം എടുത്ത് അരയ്ക്കുക. എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചൊക്കെ വന്നു കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മിനിമം ഒരു 3 മിനിറ്റ് എങ്കിലും നമ്മുടെ അരപ്പ് ഇതുപോലെ തിളക്കും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ടാണ് വെള്ളം എടുത്തിരിക്കുന്നത്. മീൻകറി എന്ന് പറഞ്ഞാൽ പുളി അത് നിർബന്ധമാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തില് വാളംപുളി പിഴിഞ്ഞെടുത്തതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പുളിക്ക് വേണ്ടി മാങ്ങയോ കൊടംപുളിയോ വാളംപുളിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് അതിലും തിളക്കട്ടെ. അപ്പൊ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള താളിപ്പ് ഉണ്ടാക്കാം. അതിനായി ഒരു പാനിലേക്ക് പച്ച വെളിച്ചെണ്ണ എടുത്ത് അത് ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. വട്ടത്തിൽ അരിഞ്ഞെടുത്ത ചുവന്നുള്ളി ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഇളക്കിയെടുക്കാം. അവസാനം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇപ്പൊ നമ്മൾ നമ്മുടെ കറിയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു മറിയുന്ന നമ്മുടെ കറിയിലേക്ക് വറവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീനില്ലാത്ത മീൻകറി റെഡി ആയിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നത് വരെയും ടാറ്റാ.